അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുകയാണ്. എൻ്റെ പേര് സുരേഷ്. ഞാൻ പത്തനംതിട്ട ജില്ല അടൂരിൽ നിന്ന് വരുന്നു. എൻ്റെ വിഷയം, ഞാൻ 12/5/2025 ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ വിഷയം, എൻ്റെ വലത്തെ കാലിന് അതിയായ വേദനയുണ്ടായി. ആ വേദന ആശുപത്രിയിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റിൽ ഓപ്പറേഷൻ ചെയ്തു. അത് 30 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അതിയായ വേദനയുണ്ടായി. അത് വീണ്ടും ആശുപത്രി കൊണ്ട് കാണിച്ചപ്പോൾ അത് വീണ്ടും ഓപ്പറേഷൻ ചെയ്തു. അങ്ങനെ ആ മുറിവ് ഭയങ്കര മുറിവായതുകൊണ്ട് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തന്ന അമ്മ എനിക്ക് ഒരു പത്രം കൊണ്ട് തന്നു. അങ്ങനെ ഞാൻ ആ പത്രം കൊണ്ടുപോയി വായിക്കുകയും അങ്ങനെ അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞിരുന്നു, ഈ മുറിവ് നിങ്ങൾ ഇനി ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മതി, നിങ്ങളുടെ വീട്ടിൽ വെച്ചൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആശുപത്രിയിൽ ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഈ മുറിവ് കാണിക്കുകയും പുള്ളി എന്നോട് പറഞ്ഞു, ഇത് എനിക്ക് വിശദമായിട്ടൊന്ന് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മുറിവ് നോക്കിയിട്ട് പുള്ളി പറഞ്ഞു, ഇത് പഴുപ്പ് വീണ്ടും കയറുകയാണ്, അതുകൊണ്ട് ഇതിവിടെ പറ്റത്തില്ല. കുളനട എന്ന് പറയുന്ന ആശുപത്രി കൊണ്ടുപോയി ഇത് വിദഗ്ധമായ രീതിയിൽ നല്ല രീതിയിൽ കൂടി ഇത് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഈ കാലിൻ്റെ ഉപ്പൂറ്റി മുറിച്ച് മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വളരെ വിഷമസ്ഥിതിയിലായി. അങ്ങനെ ഞാൻ ഈ പത്രം വായിച്ചു. എൻ്റെ ഭാര്യയോട് ഞാൻ ആശുപത്രിയിൽ നിന്ന് തിരിച്ച് എന്ന് പറഞ്ഞു. കൃപാസന പത്രം വായിച്ചിട്ട് ഞാൻ സ്ഥിരം വായിക്കുമായിരുന്നു. 2 ദിവസം വായിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ആശുപത്രി പോകുന്നില്ല. എന്നോട് ചോദിച്ചു, ഇനി എന്തുവാ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പോവുക. ഞാൻ ആദ്യം കേൾക്കുക ഈ അമ്മ മാതാവെന്നും കൃപാസനമെന്നും ഞാൻ ആദ്യം കേൾക്കുകയാണ്. അപ്പം ഞാൻ പറയുകയാണ്, ഞാൻ ഇനി ഈ കൃപാസന അമ്മയുടെ അടുത്ത് പോവുക, എനിക്ക് അമ്മ തരും എന്ന് പറഞ്ഞു. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഞാൻ ആ നീര് വന്ന ഈ വളരെ ഭയങ്കര മുറിവുമായിട്ട് ഞാൻ വെളുപ്പിനെ 4 മണിക്ക്, ഞായറാഴ്ച വെളുപ്പിനെ 4 മണിക്ക് ഇറങ്ങി വണ്ടി ഓടിച്ച് ആദിക്കാട്ടുകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാൻ വയ്യ. ഞാൻ വണ്ടിയിൽ കയറി അങ്ങിരുന്ന് വണ്ടി നിർത്തിയിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, എന്നെ അങ്ങ് കൊണ്ടുപോകത്തില്ലയോ? 10 മിനിറ്റ് അവിടെ ഇരുന്നു. ഞാൻ വളരെ പതുക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വണ്ടിയിൽ കണ്ണടച്ചിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എങ്ങനെ ഇങ്ങ് വന്നെന്നറിയത്തില്ല. 7 മണിയായപ്പോൾ കൃപാസനത്തിൻ്റെ പടിക്ക വന്നു. അങ്ങനെ ഞാൻ ഇവിടെ എൻ്റെ ഭാര്യയുടെ തോളയിൽ പിടിച്ച് ഒരൊറ്റക്കാലം ഞൊണ്ടി ഇവിടെ വന്നു. ഉടമ്പടി എന്തുവെന്നറിയത്തില്ല, യാതാലൊന്നും എനിക്കറിയത്തില്ല. ഞാനിവിടെ വന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയിലേക്ക് മാറി. ഉടമ്പടി എടുക്കാനുള്ള അവസരം എനിക്കിവിടെ ഒരുങ്ങി. ഉടമ്പടി എടുത്ത് താഴെ വന്നപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ ഒന്ന് കാണണമെന്ന് തോന്നി. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് മൊത്തം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാനൊന്നുമില്ലാതാ വന്നേ. പക്ഷേ ഞാൻ ബഹുമാനപ്പെട്ട സൂപ്രണ്ട് അച്ചായൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞു. അവിടെ നിന്നൊരമ്മ, എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല, അത് കൊടുക്കാനോ വല്ലതായിരിക്കും പറഞ്ഞത്, അപ്പോഴേ എനിക്ക് എഴുതി തന്നു. ഞാൻ അതുകൊണ്ട് നേരെ ക്യൂവിൽ നിന്നില്ല, ഇവിടെ വന്ന് ഈ പൈപ്പിൽ പിടിച്ച് നിന്നപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഓടി വന്ന് എൻ്റെ കയ്യിൽ നിന്ന് കുറിപ്പ് വാങ്ങിച്ച് എൻ്റെ തലയിൽ കൈവച്ച് അവിടെ പ്രാർത്ഥിച്ചു. തിരിച്ചു വന്ന് എൻ്റെ തലയിൽ കൈവച്ചു. അച്ഛൻ ഇരുന്ന് എൻ്റെ കാലിൽ ഒരു 2 മിനിറ്റോളം അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛനൊന്നും എന്നോട് പറഞ്ഞില്ല. ഞാൻ ഇറങ്ങി വെളിയിൽ പോയി. അങ്ങനെ വീട്ടിൽ ചെന്നു. പിറ്റേ ദിവസം ഞാൻ ഒരാശുപത്രിയിൽ പോയി. ഇത് ഡ്രസ്സിങ്ങിന് ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് കെട്ടഴിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഈ മുറിവിന് എന്തെങ്കിലും പഴുപ്പോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് വേദനയൊന്നുമില്ല. അപ്പം ആ സിസ്റ്റർമാർ ചെന്ന് ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു. ഇത് ലൈറ്റ് അടിച്ചാലേ ഈ മുറിവിന് അകം കാണത്തുള്ളൂ. അങ്ങനെ അത് കണ്ട് ആ ഡോക്ടർ പറഞ്ഞു, ഈ കാലിന് പഴുപ്പില്ല,
ഈ കാല് കരിയാൻ തുടങ്ങി. നിങ്ങൾ ഇത് സൂക്ഷിച്ച് അങ്ങ് കൊണ്ട് നടന്നാൽ മതി. ഞാൻ പിന്നെ മരുന്നിന് പോയില്ല. ഞാൻ ഇവിടുന്ന് കിട്ടിയ വെഞ്ചരിച്ച തേനും ഉപ്പും കഴിക്കും. എൻ്റെ കാലിൽ എന്നും രാവിലെയും വൈകിട്ടും ഞാൻ തിരി കത്തിക്കുമ്പോൾ എൻ്റെ കാലിൽ ഞാൻ ഇത് പുരട്ടും, കുരിശ് വരയ്ക്കും. അങ്ങനെ ഈ വ്രണം, ഈ മുറിവ് കരിഞ്ഞു. ഞാനിപ്പോൾ കാല് കുത്തി ജോലിക്കൊക്കെ പോകുന്നുണ്ട്. എനിക്കൊരു കുഴപ്പവുമില്ല. പിന്നെ ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്ത് ചെന്ന് 3-ാമത്തെ ദിവസം എൻ്റെ അടുത്ത് ഞാൻ രാത്രിയിൽ കിടന്നപ്പോൾ എൻ്റെ അരികിൽ ഒരമ്മ പ്രത്യക്ഷപ്പെട്ടു. ജീവനോട് ഞാൻ കണ്ടവാ. ഒരു കറുത്ത അമ്മയാണ്. കണ്ണും കയ്യിലാണ് കൊടുത്തേക്കുന്നത്. ചുമപ്പും മഞ്ഞയും വെളുപ്പും കൂടെ കലർന്നൊരു ബ്ലൗസാണ് ഇട്ടേക്കുന്നത്. മുടി അഴിഞ്ഞു കിടക്കുക. എൻ്റെ അരികിൽ വന്ന് എൻ്റെ കാൽക്കലിരുന്ന് എൻ്റെ പുതപ്പ് കാലയിൽ, എൻ്റെ വലത്തെ കാലയിലെ പുതപ്പ് മാറ്റി എൻ്റെ കാലിൽ അമ്മ പിടിച്ചു. ഞാനത് കണ്ടു. ഞാൻ കരഞ്ഞതല്ലാതെ ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. എൻ്റെ അമ്മ വന്ന് എന്നെ കണ്ടു. എനിക്ക് സുഖം പ്രാപിച്ചു. അന്ന് എനിക്ക് സുഖമായി. അന്ന് തൊട്ട് എനിക്ക് കുഴപ്പമില്ല. 2-ാമത്തെ ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന് അന്നേരം ഞാൻ സമയം നോക്കിയപ്പോൾ, ആദ്യത്തെ പ്രാവശ്യം സമയം നോക്കിയപ്പോൾ സമയം 12:30. പിന്നെ 2-ാമത്തെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ 3-ാമത്തെ ദിവസം എൻ്റെ അരികിൽ അമ്മ, തിരുക്കുമാരൻ, ഞാൻ എൻ്റെ ചേട്ടനെന്നാണ് ഇപ്പോൾ പറയുന്നത്, എൻ്റെ അമ്മയും എൻ്റെ ചേട്ടനും എന്നെ കാണാൻ വന്നു. എൻ്റെ അരികിൽ വന്നു. ഞാൻ ഇന്നിച്ച് എൻ്റെ കട്ടിലിരുന്നു. അമ്മയെ അമ്മയെന്ന് വിളിച്ചു. അമ്മ പുറമോട്ട് മാറി. ഞാൻ വീണ്ടും അമ്മയെന്ന് വിളിച്ചു. അമ്മ പറന്നുയർന്ന് ആ ഫാൻ്റെ ഒപ്പം അമ്മ ഇങ്ങനെ പറന്ന് നിന്നു. കരഞ്ഞതല്ല, ഒന്നും ചെയ്തില്ല. അപ്പോൾ അമ്മ മറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കിടന്നു. വീണ്ടും ഭയങ്കര കാറ്റ്. ആ റൂമിനകത്തിൽ ഭയങ്കര കാറ്റ്. 3 കർട്ടൻ ഉണ്ട്. ആ 3 കർട്ടനും വന്ന് റൂമിൻ്റെ നടുഭാഗത്ത് സെൻട്രലായി. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ വലത്ത് സൈഡിൽ അമ്മ വീണ്ടും നിൽക്കുന്നു. അമ്മയുണ്ട്, എൻ്റെ ചേട്ടനുമുണ്ട്. മറഞ്ഞു. അങ്ങനെ ഞാൻ നേരിട്ട് എൻ്റെ അമ്മയും എൻ്റെ ചേട്ടനായ എൻ്റെ ക്രിസ്തുവിനെ ഞാൻ കണ്ടു, നേരിൽ കണ്ടു. എനിക്ക് അനുഗ്രഹം കിട്ടി. എനിക്കിനി ഇത് കൂടുതൽ യാതൊന്നും സാധിക്കാനില്ല. സാക്ഷ്യം, ഇതെൻ്റെ സാക്ഷ്യം. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, പത്രം വാങ്ങിച്ച് ഞാൻ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇവിടുന്ന് പോകുമ്പോൾ കൊണ്ട് കൊടുക്കും. രോഗികളെ കണ്ട് അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കും. ഞാൻ ഊണൊന്നും ആർക്കും വാങ്ങിച്ചു കൊടുക്കുന്നില്ല. ഞാൻ അവിടെ രോഗിയൊക്കെ കൊണ്ടിരുന്ന ഓരോ പൊതി ഞാനും എൻ്റെ ഭാര്യയും വാങ്ങിച്ച് അവിടെ ഇരുന്ന് കഴിക്കും. ഞങ്ങൾക്ക് വിളമ്പി തരുന്നത് ഞങ്ങളുടെ അമ്മയാണ്. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് ഊണ് അമ്മ അവിടെ നിന്ന് വാങ്ങിച്ചു തരും. ഞങ്ങൾ കഴിച്ചു. എനിക്ക് വിളമ്പി തരും. എൻ്റെ അമ്മ എന്നെ വീട്ടിൽ കൊണ്ടുവിടും. എനിക്കിത് കൂടുതൽ എന്ത് വേണം? എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ദിവസം മൊത്തം പറഞ്ഞാൽ തീരാത്തതുപോലെ എൻ്റെ അമ്മയും എൻ്റെ ചേട്ടനും എനിക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി തരിക. ഞാനിപ്പോൾ എൻ്റെ കാല് പോകേണ്ടതാ. എൻ്റെ കാല് കുത്തി ഞാൻ നടക്കുന്നു, പണി ചെയ്യുന്നു. എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ ഇന്നലെയായി എൻ്റെ കാലിൻ്റെ പൊതിച്ചിലഴിച്ചത്. ഞാൻ അത് ഇൻസ്പെക്ഷൻ ആകുമെന്നും ചൊല്ലിയാണ് നടന്നത്. പക്ഷേ ഒന്നുമില്ല. ഇന്നലെ ഞാൻ അമ്മയോട് പറഞ്ഞ് ഞാൻ സാക്ഷ്യം പറയാൻ എനിക്ക് പോകണം. എനിക്ക് വീട്ടിലെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ വീട്ടിൽ എനിക്ക് പോകണമെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ എന്നെ വീട്ടിൽ വന്ന് ഇങ്ങ് കൊണ്ടുവന്ന് വേണമെന്നതല്ല. എനിക്കിവിടെ വന്നു കഴിയുമ്പോൾ വലിയ സ്വാധീനമാണ്. അമ്മ എന്നെ എല്ലാം കൊണ്ട് നടന്ന് എല്ലാം സാധിച്ചിട്ടാണ് എന്നെ വീട്ടിൽ കൊണ്ടുവിടുന്നത്. എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ അമ്മ. എൻ്റെ കുഞ്ഞിൻ്റെ കൂടുണ്ട്, എൻ്റെ ഭാര്യയുടെ കൂടുണ്ട്, ഈ ലോകം മക്കളുടെ കൂടെ എല്ലാം ഉണ്ട്. എല്ലാത്തിനും അമ്മ മാതാവ്, തിരുക്കുമാരൻ, 1000 നന്ദി, കോടാനുകോടി നന്ദി. ഇനിയും ഞാൻ വരും. എൻ്റെ ഈ ജന്മം ബാക്കിയുള്ളതും എൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കാൻ എനിക്ക് ആഗ്രഹം. അടുത്തൊരു ജന്മം മനുഷ്യ ജന്മമാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ എനിക്ക് ജീവിച്ചാൽ മതി. എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാകണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 145:18